ഫ്രണ്ട്സ്, ഫ്രീലാൻസ് 20 ശോഭരാജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവയിൽ നമ്മളൊരു ഫ്രണ്ട് ഗ്രില്ല് കമ്പനി ടൈപ്പാണ് ഇരിക്കണത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ GR ഗ്രില്ല് ടൊയോട്ട ഇന്നോവയ്ക്കുള്ളത് ചെയ്യുന്നുണ്ട്. വിത്ത് റാപ്റ്റർ ലൈറ്റൊക്കെ ഉള്ള ടൈപ്പ്, അതേപോലെ ടൊയോട്ടയുടെ ബാഡ്ജിങ് ഒക്കെ ഉള്ള ടൈപ്പ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ല് വരുന്നത്. ഗ്രില്ല് നമ്മൾ ബാഡ്ജിങ് ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള ലൈനും എടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗ്രില്ല്. ഓക്കെ, നല്ല അടിപൊളി ലുക്കായിരിക്കും ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. ഇതിലെ ഗ്രിൽസും കാര്യങ്ങളിലും ലോക്കോളൊക്കെ സെപ്പറേറ്റ് ആണ്. ഇത് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കണമുണ്ട്. ഇവിടെ 1 മുതൽ 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ഒക്കെ ക്ലിപ്പുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വേണം അതിനെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട്. അതിനുള്ള ഗ്ലൂ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് അവർ. ഈ ഗ്ലൂ ആണ് തന്നിട്ടില്ല. ഇത് വെച്ച് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട്. എന്നിട്ട് വേണം ഗ്രില്ല് കയറ്റാനായിട്ട് ബമ്പർ മില്ല്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലെഗുകളൊക്കെ ഒട്ടിക്കൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 ലെഗ്സ് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം നേരെ വണ്ടിയിലേക്ക് കയറ്റാം. ഓക്കെ, പഴയ ഗ്രില്ല് നമ്മളിതേ ഊരി പഴയ ഗ്രില്ല് ഊരി വെച്ചിട്ടുണ്ട്. നമ്മളെ പുതിയ ഗ്രില്ല് കയറ്റാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടൊയോട്ടയുടെ GR ഗ്രില്ല് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലുക്കിലാണ് ഇപ്പോൾ വണ്ടിയുടെ ഔട്ട് ലുക്ക് ഉള്ളത്. നമുക്ക് ജസ്റ്റ് പാർക്കൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് കാണാം. ഓക്കെ, ഈ ഒരു ലുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ റാപ്റ്റർ ലൈറ്റ് അതിൻ്റെ കത്തണത്. ഓക്കെ.